നിങ്ങൾ കുക്കറിലാണോ ചോറ് വയ്ക്കുന്നത്? റേഷൻ അരി ഇട്ട് കുക്കറിൽ ചോറ് വയ്ക്കുന്ന സമയത്ത് അത് കുഴഞ്ഞു പോകുന്നുണ്ടോ? ഒരുപാട് ആളുകൾ പറയുന്നൊരു കാര്യമാണ് റേഷൻ അരി കുക്കറിലിട്ട് വെച്ചാൽ ഒട്ടും നന്നാവില്ലെന്ന്. പക്ഷേ ഇനി അങ്ങനെയൊന്നും സംഭവിക്കില്ല കേട്ടോ. അതിന് ഞാനൊരു സിമ്പിൾ ട്രിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്. പെട്ടെന്ന് ആരെങ്കിലും ഒന്ന് വീട്ടിൽ വന്നു അഥവാ ചോറ് തികയുന്നില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുമല്ലോ, ആ ഒരു സമയത്തൊക്കെയാണ് നമുക്ക് ഈ ഒരു ട്രിക്ക് ഒരുപാട് ഉപകാരപ്രദമാവുക കേട്ടോ. ഞാനിപ്പം ഇവിടെ ഒരു അരസേറ് അരി എടുത്തിട്ടുണ്ട്. അത് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പം ഞാൻ പച്ചവെള്ളമാണ് കാണിക്കുന്നത്. ഞാൻ ചൂടുവെള്ളം ഒഴിച്ചിട്ടും ഈ ഒരു റൈസ് നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ അരി വെള്ളത്തിൽ നിന്ന് ഊറ്റിയിട്ട് നേരെ കുക്കറിലേക്ക് ഇടുന്നുണ്ട്. അരസേറ് അരി ആയതുകൊണ്ട് ഞാനൊരു 3 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ എത്ര അരി ഇട്ടാണോ വയ്ക്കുന്നത് അതിനനുസരിച്ച് കുക്കറിൻ്റെ അളവിനും മാറ്റം ഉണ്ടാവും കേട്ടോ. പിന്നെ റേഷൻ കടയിലെ അരിയാണ്, നന്നായിട്ട് ചൂടുവെള്ളമൊക്കെ ഇട്ട് കഴുകിയിട്ട് വേണം ഉപയോഗിക്കാൻ. അതിനുശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ വെള്ളവും അരിയും ഒരുമിച്ച് തന്നെയാണ് വെക്കുന്നത്. വെള്ളം അത്യാവശ്യം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണേ. ഈ വെള്ളത്തിൻ്റെ അളവ് കുറയുമ്പോഴാണ് ഈ ചോറ് ഒരു പശ പരുവത്തിൽ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം. ചില ആളുകൾ വെള്ളം തിളച്ചതിന് ശേഷമാണ് അരി ഇടാറ്. പക്ഷേ ഇവിടെ നമ്മൾ അരിയും വെള്ളവും ഒരുമിച്ച് തന്നെയാണ് വെക്കുന്നത്. കുറുവ അരിയിട്ട് കുക്കറിൽ ചോറ് വെക്കുന്ന ആളുകൾക്കറിയാം, ഒരുപാട് വിസിലടിച്ചെങ്കിൽ മാത്രമേ ആ ഒരു അരി വേവത്തുള്ളൂ. അതിനും ഞാൻ ചെറിയൊരു ട്രിക്ക് പറഞ്ഞുതരാം. കുറുവ അരി എടുത്തിട്ട് നന്നായിട്ട് കഴുകുക. അതിന് ശേഷം ഒരു 15-20 മിനിറ്റ് അത് വെള്ളത്തിൽ കുതിർത്താൻ വിടുക. കുതിർത്തിയതിന് ശേഷം സെയിം ഇതേ മെത്തേഡിൽ തന്നെ കുക്കറിൽ അരി ഊറ്റിയിട്ടിട്ട് വെള്ളവും കൂട്ടി വെച്ചിട്ട് ഇതുപോലെ വേവിച്ചെടുക്കുക കേട്ടോ. പെട്ടെന്ന് നമുക്ക് ചോറാക്കിയെടുക്കാൻ കഴിയും. ഈ റേഷനരി കഴിക്കാത്ത ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, രാവിലെ ജോലിക്കൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഈ ഒരു ട്രിക്ക് ചെയ്താൽ പെട്ടെന്ന് ചോറ് റെഡിയാവും കേട്ടോ. അങ്ങനെ കുക്കർ ഏകദേശം എന്താ വിസിലടിപ്പിക്കുന്നില്ല, ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ അതിൽ വിസിൽ വരും. പക്ഷേ അതിന് മുന്നേ നമ്മൾ ഗ്യാസ് ഓഫാക്കുക. അതിനുശേഷം ആ ഒരു കുക്കർ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ നിന്ന് ഇറക്കി വെക്കുന്നുണ്ട്. വിസിൽ പോയിട്ടില്ല, പക്ഷേ വിസിലടിയുന്നതിൻ്റെ ഒരു മിനിറ്റ് മുന്നേ നമ്മൾ കുക്കർ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട് ഗ്യാസും വന്ന്. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കിയാൽ ചോറ് നമ്മളുടെ ഒരു പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. കണ്ടോ, ചോറ് വെന്ത് പോകുമോ അല്ലെങ്കിൽ ഉടഞ്ഞു പോകുമോ കുഴഞ്ഞു പോകുമോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, അതാണ് ഞാൻ പറഞ്ഞത്. വെള്ളം വെക്കുന്നതിൽ നമ്മൾ ഒരു പിശുക്കും കാണിക്കാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിസിലടിക്കുന്നില്ലല്ലോ. വിസിലടിക്കുകയാണെങ്കിലാണ് ആ വെള്ളം മുഴുവനും പുറത്തേക്ക് പോവുക. ഇത് വിസിലടിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ കുക്കർ ഓഫ് ചെയ്യുന്നത് കൊണ്ട് വെള്ളം പുറത്തേക്ക് ഒരിക്കലും ലീക്കാവില്ല. കണ്ടോ, ചോറ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പക്ഷേ വെന്ത് അലിയോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. കണ്ടോ, ഇനി ഞാൻ ഇത് ഒരു സ്റ്റീൽ ചെമ്പിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ചില ആളുകളൊക്കെ കുക്കറോടെ തന്നെ ചോറ് ഊറ്റാറുണ്ട്. പക്ഷേ എനിക്കത് അത്ര അങ്ങോട്ട് റെഡി ആവാറില്ല. പിന്നെ നമ്മൾ സാധാ ചെയ്യുന്ന ഒരു രീതിയിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചോറങ്ങ് ഊറ്റിയെടുക്കുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് വാർത്ത് കുത്തുക. അതിനുശേഷം ഇതാ കണ്ടോ, ചോറ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് നമ്മൾ ഒരു 10-15 മിനിറ്റ് കൊണ്ട് കുക്കറിൽ റെഡിയാക്കിയ ചോറാണ് കേട്ടോ. യാതൊരു ഒട്ടലോ പറ്റലോ ഒന്നും തന്നെ ഇല്ല. കണ്ടില്ലേ, പെട്ടെന്നൊക്കെ ആരെങ്കിലും വീട്ടിൽ വന്നാൽ നമുക്ക് ചോറ് തികഞ്ഞില്ലെങ്കിൽ വേഗം ഇതുപോലെ കുക്കറിലേക്ക് ഗ്യാസിലേക്ക് വെക്കുക. വിസിൽ വരുന്നതിന് മുന്നേ ഇറക്കി വെക്കുക. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കുക്കറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക കേട്ടോ. അരസേറ് എന്നുള്ളത് നിങ്ങൾ ഒരു സേറൊക്കെ ആണെങ്കിൽ 10 മിനിറ്റിൻ്റെ ആവശ്യമില്ല. പിന്നെ നിങ്ങളുടെ കുക്കറിൻ്റെയും അതുപോലെ അരിൻ്റെയൊക്കെ ഇതനുസരിച്ച് മാറ്റങ്ങൾ വരാം. അപ്പം ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഞാൻ ഈ ചെയ്യുന്ന രീതിയിൽ ആരെങ്കിലും കുക്കറിൽ ചോറ് വേവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ പറയണേ. ഇതുവരെ കുക്കറിൽ ചോറ് വയ്ക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഡെയിലി കുക്കറിൽ ചോറ് വെക്കുന്നതിനെ ഞാൻ ഒട്ടും പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷേ
ജസ്റ്റ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അല്ലേ? ഇൻ കേസ് എന്തെങ്കിലും ഒരു അത്യാവശ്യ സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചോറ് റെഡിയാക്കാമല്ലോ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എൻ്റെ അറിവ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തതന്നേ ഉള്ളൂ. ഓക്കെ, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അതുപോലെ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എന്ത് തന്നെ ആയാലും ഒന്ന് കമൻറ്റിൽ പറയാം കേട്ടോ.